ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. നമ്മുടെ അവസാനത്തെ ബേസിക് സയൻസിലെ ചാപ്റ്റർ ആണ് സേഫ് ഫുഡ്, സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടെയാണ്. നമുക്കറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഭക്ഷണം. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫീല് കിട്ടുന്നുണ്ടാവും അല്ലേ? എന്നാൽ പലപ്പോഴും ഭക്ഷണം തന്നെ ഒരു കൊലയാളിയായിട്ട് മാറുന്ന കേസസ് ഉണ്ടാവാറുണ്ട്. അത് സൂചിപ്പിക്കുന്ന കുറേ പത്രക്കട്ടിങ്ങുകളാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് നിങ്ങളോട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പറ്റുക, അത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കും. അതുപോലെ തന്നെ വളരെ പെർട്ടിക്കുലർ ആയിട്ട് എന്താണ് മായം ചേർക്കൽ അല്ലെ, അഡൾട്രേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ അഡൾട്രേഷനിലേക്ക് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ നമുക്കറിയാം, ഭക്ഷണം രണ്ട് തരത്തിലാണ് വലിയ രീതിയിൽ അല്ലെ ഒരു മോശം എഫക്റ്റ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്നത്. ഒന്ന്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ വളരെ ചീപ്പായതും ക്വാളിറ്റി കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കളുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. രണ്ടാമത്, തീരെ വൃത്തിയില്ലാത്ത ചുറ്റുപാടിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും അതെന്താവും, അൺസേഫ് ഫുഡായിട്ട് മാറും, നമുക്ക് കഴിക്കാൻ കൊള്ളാത്ത തരത്തിലുള്ള ഭക്ഷണമായിട്ട് മാറും. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ കേസ് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം അല്ലെ. എന്താ ആദ്യം പറഞ്ഞ കേസ്? അതായത് ഫുഡ് അഡൾട്രേഷൻ വരും. എന്താ ഈ ഫുഡ് അഡൾട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡൾട്രേഷൻ ഈസ് ആഡിങ് ടു ഫുഡ് ഐറ്റംസ് ചീപ്പ് and low quality materials that resembles to the food substance. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കണേ. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും അതേപോലെ തന്നെ വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായിട്ടുള്ള മറ്റു വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ. എന്തുകൊണ്ടാ സാദൃശ്യം വേണമെന്ന് പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന കാപ്പിപ്പൊടിയിലാണ് മായം കലർത്തുന്നതെങ്കിൽ, കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കറുപ്പ് കളറിലുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്ത് ചെയ്യും, മനസ്സിലാവും. കാരണം എന്താ, രണ്ട് വ്യത്യസ്ത സാധനമാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാത്ത സാധനങ്ങൾ വേണം നമ്മൾ ചേർക്കാവുന്ന സമയത്ത് അല്ലെ. ഈ അഡൾട്രേഷൻ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ആവുന്ന ആളുകൾ എന്താ ചെയ്യുക, ഇത് മനസ്സിലാവാത്ത സാധനമായിരിക്കും ചേർത്തിട്ടുണ്ടാവുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് നമ്മൾ വിഷം കലർത്തുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു മോശമായിട്ടുള്ള കാര്യം വേറൊന്നുമില്ല അല്ലെ. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അഡൾട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് വലിയൊരു കുറ്റം തന്നെയാണ്. അപ്പൊ പക്ഷെ പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ചേർക്കാറുണ്ട്. ഇപ്പൊ പാലിൽ വെള്ളം ചേർക്കുന്നതടക്കം എന്താണ്, അഡൾട്രേഷൻ ആണ്. കാരണം എന്താ, നല്ലൊരു പാലിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എന്താണ്, അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഒന്നെങ്കിൽ വില കുറഞ്ഞ വേറെ വസ്തുക്കൾ ചേർക്കാൻ വേണ്ടി പറ്റും, അപ്പൊ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം വരും. അതേപോലെ തന്നെ ഈ വില കുറഞ്ഞമായിട്ടുള്ള മറ്റു വസ്തുക്കൾ ചേർക്കുന്ന സമയത്ത് ഇതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളും ചില ആളുകൾ എന്ത് ചെയ്യും, ചേർക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ദുരന്തമായിട്ട് പിന്നീട് മാറുന്നത്. നിങ്ങൾ പലതിലും പല തരത്തിലുള്ള ന്യൂസസും അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുന്നത് എന്ത് വലിയ തെറ്റാന്നൊന്നും ആലോചിച്ച് നോക്കാം അല്ലെ. മുളക് പൊടിൻ്റെ അകത്ത് എന്ത് പൊടിയാ ചേർക്കുന്നത്? ഇഷ്ടികപ്പൊടി. ഇഷ്ടികപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വയറിന്റെ കാര്യം പിന്നെ തീരുമാനമാവും അല്ലെ. ജീവിതകാലം മുഴുവൻ അത് കഴിക്കുന്ന ആൾ വയറുവേദനിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും. കാപ്പിപ്പൊടിയിൽ പുളിങ്കുരുവിന്റെ തോട് പൊട്ടിച്ചു ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെയാണ്. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുന്നതും മായം ചേർക്കലായി കണക്കാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ റിമൂവൽ ഓഫ് ക്വാളിറ്റി കമ്പോണന്റ് ഫ്രം എ സബ്സ്റ്റൻസ് ക്യാൻ ബി ഓൾസോ കൺസിഡേർഡ് ആസ് അഡൾട്രേഷൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഏതൊക്കെ രീതിയിലാണ് അഡൾട്രേഷൻ ആയിട്ട് മാറുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം, ഓരോരുത്തരുടെ ഹെൽത്തും ഭയങ്കരമായിട്ട് വീക്കായി പോവാൻ ഈ അഡൾട്രേഷൻ കാരണമാകും. അപ്പൊ നിങ്ങളോട് പറയുന്നുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അഡൾട്രേഷനിൽ ചേർക്കുന്നതെന്ന്. ഇപ്പൊ പെപ്പർ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, കുരുമുളക് ആണെന്നുണ്ടെങ്കിൽ കുരുമുളകിനെ പോലെ തോന്നിക്കുന്ന, അതായത് ഡ്രൈ പപ്പായ സീഡ്, മിനറൽ ഓയിൽ കോട്ടിങ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചേർക്കുക. അപ്പൊ ലിവർ ഡിസീസസ്, സ്റ്റൊമക് അപ്സെറ്റ്, ഇങ്ങനെ പല രോഗങ്ങളും അത് കാരണം ഉണ്ടാകും. ഷുഗർ ആണെങ്കിൽ അല്ലെ, ചോക്ക് പൗഡർ ഒക്കെയാ ചേർക്കുന്നത്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വയറ് നല്ലപോലെ വേദനിച്ച് അവിടെ കിടക്കലേ നിവർത്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ആൾക്കാർ അവരുടെ ചൂഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ, അതായത് അവർക്ക് ഭയങ്കര സമ്പത്ത് കിട്ടണം, അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ്, ചൂഷണം ചെയ്യുന്നതാണ് സത്യത്തിൽ ഈ അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ രീതിയിൽ അഡൾട്രേഷൻ ആയിട്ട് മാറുന്നു, അതായത് ക്വാളിറ്റി മെറ്റീരിയലിൽ ഒരു റിമൂവൽ ആയി കഴിഞ്ഞാൽ അത് അഡൾട്രേഷൻ ആണ്. ക്വാളിറ്റി മെറ്റീരിയലിന് പകരം ചീപ്പ് പ്രൊഡക്റ്റ് ചേർക്കുന്നത് അഡൾട്രേഷൻ ആണ്. സാദൃശ്യമുള്ള വസ്തു ചേർക്കുന്നത് അഡൾട്രേഷൻ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോയിന്റ് എന്നുള്ളതും കൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക.
അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും എക്സാമിന് സൂപ്പറായിട്ട് മാർക്ക് മേടിക്കണം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.